ഈ ആശാവർക്കർമാർക്ക് നേരത്തെ പറഞ്ഞ ജോലികൾ മാത്രമല്ല സാർ ഉള്ളത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഏതെങ്കിലും പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ ആ പ്രസംഗത്തിന് നിർബന്ധമായി പോയിരുന്ന കൈയടിക്കണം സാർ. ആ കൈയടിക്കുന്ന സാധു മനുഷ്യർക്ക് ഇവരുടെ പ്രസംഗം കേട്ട് കൈയടിക്കുന്നവർക്ക് 232 രൂപ കൊടുത്താൽ മതിയാകുമോ സാർ? പിന്നെ പറയുന്നത് ഇപ്പോ മന്ത്രി പോലും പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും അധികം ശമ്പളം കൊടുക്കുന്നത്, ഓണറേറിയം കൊടുക്കുന്നത് കേരളത്തിലാണെന്ന. ഞാൻ ചോദിച്ചോട്ടെ, ബഹുമാനപ്പെട്ട ആരോഗ്യ ഉപമന്ത്രി ശ്രീമതി വീണ ജോർജ് പഠിച്ച ഇന്ത്യയുടെ മാപ്പിൽ, ഇന്ത്യയുടെ ഭൂപടത്തിൽ സിക്കിമിൽ 10,000 രൂപയാണ് സാർ ഓണറേറിയം. ആ 10,000 രൂപ കേരളത്തിൽ കൊടുക്കുന്ന 7,000-ന് മുകളിലാണ് സാർ. അല്ലെങ്കിൽ തന്നെ ഇവരുടെ താരതമ്യം എന്തൊരു താരതമ്യമാണ് സാർ? ഏത് വിഷയം പറഞ്ഞാലും കേരളത്തെക്കാൾ ദുർബലമായ സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞിട്ട് അവരുമായി താരതമ്യം നടത്തുക. അതുകൊണ്ട് ഈ നാടിന് എന്താ സാർ പ്രയോജനം? ഇവർ താരതമ്യം ചെയ്യുമ്പോൾ ആരുമായി താരതമ്യം ചെയ്യണം? നമ്മളെക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നവർ. ആശാവർക്കർമാരുടെ കാര്യത്തിലാണെങ്കിൽ ഇവർക്ക് പശ്ചിമ ബംഗാളുമായി താരതമ്യം ചെയ്യുമ്പോൾ പശ്ചിമ ബംഗാളിൽ ആശാവർക്കർമാർ റിട്ടയർ ആയാൽ അവരുടെ റിട്ടയർമെന്റ് ആനുകൂല്യം 5 ലക്ഷമാണ്. പശ്ചിമ ബംഗാളിൽ ഇവർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് കൊണ്ടല്ല 5 ലക്ഷം, ഇവരെ അവിടുത്തെ ജനങ്ങൾ കല്ലെറിഞ്ഞോടിച്ചത് കൊണ്ടാണ് അവിടെ 5 ലക്ഷം രൂപ കിട്ടുന്നത്. അല്ലെങ്കിൽ തന്നെ ഇവരുടെ റാങ്കിങ്ങിന്റെ പ്രത്യേകത എന്താ സാർ? ഇവരുടെ റാങ്കിങ് വിശേഷമായ റാങ്കിങ് ആണ് സാർ. ആ റാങ്കിങ്ങിൽ പരീക്ഷ ഇടുന്നവർ, ചോദ്യം തയ്യാറാക്കുന്നവർ, പരീക്ഷ പരിശോധിക്കുന്നവർ, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവർ. സാർ, ആശാവർക്കർമാർക്ക് 700 രൂപ കൊടുക്കാൻ പൈസയില്ല സാർ സർക്കാരിന്റെ കയ്യിൽ. പക്ഷേ PSC മെമ്പർമാർക്ക്, ഒരു PSC നിയമനവും നടത്താത്ത മെമ്പർമാർക്ക് 2,23,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നത് 3,25,000 ആക്കി വർദ്ധിപ്പിച്ചു സാർ. ഒരു മാസമാണ് സാർ. അതായത് 10,000 രൂപ ദിവസ ശമ്പളം ഉണ്ടായിരുന്നത് പോരാ, ദിവസ ശമ്പളം പോരാ എന്ന് പറഞ്ഞ് 13,541 രൂപയാക്കി സാർ. PSC ചെയർമാന്റെ ശമ്പളം 10,000-ൽ നിന്ന് 14,538 വർദ്ധിപ്പിച്ചു സാർ. ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് സാർ? ഇത് പ്രധാനപ്പെട്ട കാര്യമില്ല, പോയിന്റിൽ കൺക്ലൂഡ് ചെയ്യാൻ എല്ലാം പ്രധാനപ്പെട്ടതാണ്. കൺക്ലൂഡ് ചെയ്യണം സാർ. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ? കേന്ദ്രം പണം തന്നില്ല. കേന്ദ്രം തരാനുള്ളത് കണക്ക് പ്രകാരം പരമാവധി 98 കോടിയാണ് സാർ. കേന്ദ്രം പണം തരണം സാർ, കേന്ദ്രം പണം തരണം സാർ. ആ കേന്ദ്രത്തിൽ നിന്ന് 98 കോടി രൂപ പോലും വാങ്ങിച്ചെടുക്കാൻ കഴിവില്ലാത്ത ശ്രീ KV തോമസിന് 30 ലക്ഷം രൂപ ശമ്പളം കൂടാതെ യാത്രാബത്ത 5 ലക്ഷത്തിൽ നിന്ന് 6,11,000 കൂട്ടി 11,11,000 തോമസ് മാഷോട് പറയാം സാർ. വാങ്ങിയെടുക്കാൻ സമയമായി സാർ. ഇവരുടെ ഫോൾസ് ഈഗോകൾ വിട്ട് ഇവരുടെ പ്രസംഗത്തിന് കൈയടിക്കുന്ന സാധു മനുഷ്യർക്ക് അവർക്ക് 21,000 രൂപ എന്ന ഓണറേറിയം വർദ്ധിപ്പിക്കണം സാർ. മാനദണ്ഡങ്ങൾ അവസാനിപ്പിക്കണം സാർ. കുടിശ്ശിക വരുത്തുവാൻ പാടില്ല സാർ. ആശയറ്റ് സമരത്തിലിരിക്കുന്ന സാധു മനുഷ്യർ അവർ കേവലം ആശയല്ല സാർ, അവർ കേരളത്തിന്റെ ആരോഗ്യ സേനയാണ് സാർ. അവരോട് നീതി പുലർത്താൻ വേണ്ടി ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.